കോഴിക്കോട് കൊടുവള്ളി സ്വദേശി അനൂസ് റോഷനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതികരണമായി കുടുംബം. അനൂസ് റോഷനെ കണ്ടെത്താത്തതിൽ ആശങ്കയുണ്ടെന്ന് കുടുംബം 24-നോട്. 100% നമ്മുടെ അന്വേഷണത്തിൽ തൃപ്തരാണ്. SP സാറും IG എല്ലാവരും ഇതിൽ ബന്ധപ്പെടുന്നുണ്ട്. പോലീസിൻ്റെ പ്രസ്തുതിഷ്ടമായിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഞങ്ങളെ മകൻ പോയിട്ട് 5 ദിവസമായി എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഉത്കണ്ഠയുണ്ട്, ആശങ്കയുണ്ട്. ഒന്ന് ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ ഞങ്ങൾക്ക് കഴിയാത്തൊരവസ്ഥയാണ്. ഞങ്ങൾക്ക് മോനെ കിട്ടുന്നില്ല എന്നുള്ളൊരു ആശങ്ക ഞങ്ങൾക്കിപ്പോൾ ഉണ്ട്. അത് എത്രയും വേഗം ആവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് ഞങ്ങളിപ്പം കഴിയുന്നത്. അഭിജിത്ത് മുഴക്കുന്ന് വിവരങ്ങളുമായി കോഴിക്കോട് ചേരുന്നു. കോഴിക്കോട് നിന്ന് ചേരുകയാണ്. അഭിജിത്ത്, ഗുഡ് മോർണിംഗ്. പറയൂ അഭിജിത്തെ. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് 21-കാരനായ അനൂസ് റോഷനെ കൊട്ടേഷൻ സംഘം വീട്ടിലെത്തി തട്ടിക്കൊണ്ടുപോകുന്നത്. ഇന്നിപ്പോൾ 5 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും അനൂസ് റോഷൻ കാണാമറയത്താണ്. എവിടെയാണ് എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു വിവരം പോലീസിനും ലഭിച്ചിട്ടില്ല. ആ ആശങ്കയാണ് കുടുംബം ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. പോലീസ് കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ കൊടുവള്ളി പോലീസും ഒപ്പം തന്നെ താമരശ്ശേരി DYSP ഒക്കെ എത്തി നേരിട്ടൊരു അന്വേഷണം നടത്തുന്നു. അങ്ങനെ ഒരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അപ്പോഴും എവിടെയാണ് മകൻ എന്നതിനെക്കുറിച്ച് തങ്ങൾക്ക് ഒരു വിവരം ലഭിക്കാത്തതിൻ്റെ ആശങ്ക, ഒരു ഉത്കണ്ഠയൊക്കെയാണ് പിതാവ് ഇപ്പോൾ പറയുന്നത്. ഇതിപ്പോൾ 3 പേരാണ് പോലീസിൻ്റെ പിടിയിലായിട്ടുള്ളത്. ഈ പിടിയിലായ 3 പേരും ഈ കൊട്ടേഷൻ സംഘത്തെ സഹായിച്ചവരാണ്. കഴിഞ്ഞ ദിവസം 2 പേരെ പോലീസ് പിടികൂടിയിരുന്നു. ഈ 2 പേരും ഇവർക്ക് ഈ കൊട്ടേഷൻ സംഘത്തിന് കാർ വാടകയ്ക്ക് നൽകിയവരാണ്. ഇതിലിപ്പോൾ കുടുംബം പറഞ്ഞ മറ്റൊരു കാര്യം, ഈ വീട്ടിലേക്ക് എത്തിയ ഈ 7-അംഗ സംഘം ആദ്യം അപായപ്പെടുത്താൻ ശ്രമിച്ചത് അനൂസിൻ്റെ പിതാവായ റഷീദിനെയാണ്. അത് പരാജയപ്പെട്ടപ്പോഴാണ് അനൂസ് റോഷനെ ഇവർ തട്ടിക്കൊണ്ടുപോകുന്നത്. ഏതായാലും മുഖ്യപ്രതികൾക്കായി കഴിഞ്ഞ ദിവസം തന്നെ കൊടുവള്ളി പോലീസ് ഒരു ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. നിലവിൽ ഇവർ കർണാടകയിലാണ് എന്നുള്ളൊരു സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അന്വേഷണ സംഘം അങ്ങോട്ടേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഉടൻ തന്നെ മകനെ തിരികെ ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ കുടുംബം ഇപ്പോഴുള്ളത്. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്.